ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും പത്തിരിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ 2 ദിവസം പത്തിരി ഇല്ല ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ പത്തിരി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പം ഇന്നലെ പുട്ടും ഇനിയാന്ന് നൂൽപുട്ടും ആയിരുന്നു. അപ്പം ഇന്ന് പത്തിരി ഉണ്ടാക്കുന്നതിൽ ആർക്കും വിരോധമൊന്നുമില്ല. 2 ദിവസം പിള്ളേർക്ക് ഭയങ്കര അലർജി ചെയ്യുന്നു കേട്ടോ പത്തിരി. അങ്ങനെ പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചു, ഉപ്പൊക്കെ ഇട്ട് പൊടി വാട്ടിയെടുത്ത് നന്നായിട്ട് ചാമ്പി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നന്നായിട്ട് ചാമ്പി ഞാൻ ചെറിയ ചെറിയ ഉരുളകളൊക്കെ ആക്കി അമർത്തിയെടുക്കുകയാണ്. അപ്പം അമർത്തിയെടുത്ത് അത് ഞാൻ പത്തിരി കുറച്ച് പൊടിയിൽ മുക്കിയിട്ട് ഞാൻ ഓരോ പത്തിരി ഇങ്ങനെ അതിൽ മുക്കിയിട്ട് ഇട്ട് വെക്കുക ചെയ്യാറുള്ളത്. അങ്ങനെ പത്തിരിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇന്ന് ഞാൻ കുറച്ച് പത്തിരിയേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് പൂള കിട്ടിയിട്ടുണ്ട്. അപ്പം പൂള ഇവിടെ വിൽക്കാൻ വന്ന ആളടുത്ത് നിന്ന് വാങ്ങിയതാണ്. അപ്പം ഞാൻ കുറച്ച് പൂള വാങ്ങിയപ്പം പത്തിരി കുറച്ച് കുറവാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം പൂളയും പത്തിരിയും കൂടി നല്ല ഒരു കോംബോ ആണല്ലോ. ബീഫും കൂടി ഉണ്ട്. അപ്പം ബീഫാണ് കറി വെക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ പൂള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് പൂള, അത്രയേ ഉള്ളൂ. ഇത് ഫുള്ളായിട്ട് ഞാൻ എടുക്കൂല്ല, ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൂള ഇഷ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഇഷ്ടി പത്തിരിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടി എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ചിട്ടുള്ള ഒരു പൂള ഉണ്ടാക്കുന്നതിനാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ പൂള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 4-5 വിസിലടിച്ചപ്പോഴേക്കും ഞാൻ എടുത്തിട്ടോ. കാരണം നല്ല പൂളാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടും ഉണ്ട്. അപ്പം ഞാനത് നന്നായി വെന്തതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ തേങ്ങ അരച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഉടച്ച് നന്നായി ഇളക്കി അത് ഒന്നുകൂടി വേവിച്ചെടുക്കണം. കാരണം ആ തേങ്ങ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് ഞാൻ കടുക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ഇന്നത്തെ നോമ്പ് തുറക്കി സ്പെഷ്യലായിട്ട് പത്തിരി, പൂള, ബീഫാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഇന്ന് എടുത്തിട്ടില്ല വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.